ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ടാരറ്റ് യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മെ ഗൈഡ് ചെയ്യുന്ന എനർജിയിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ 4 കാർഡ്സ് എടുത്തു വച്ചിട്ടുണ്ട്. ദ എംപ്രസ്, 2 ഓഫ് സോർഡ്സ്, 3 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് കപ്സ്. നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം. സൃഷ്ടിപരമായ സമൃദ്ധിയെയും ഊർജത്തെയും പരിപോഷിപ്പിക്കുക. നിങ്ങളുടെ ശക്തിയുടെ ഉറവിടമാണ് ദ എംപ്രസ് എന്ന ഈ കാർഡ്. നിങ്ങളിൽ പ്രത്യേകതരം ഊർജം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ്, നിങ്ങളിലെ ഇൻഡ്യൂഷൻ എന്നിവയെ വർദ്ധിപ്പിക്കുന്നു. യുക്തിസഹവും സമൃദ്ധവുമായ ആശയങ്ങൾ നിങ്ങളിൽ ഉടലെടുക്കും. നിങ്ങളുടെ ആന്തരിക ചിന്തയെ വിശ്വസിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പക്കൽ ഒരുപാട് ഐഡിയാസും സ്റ്റൈലുകളും എല്ലാം ഉണ്ടാകും. അവയിൽ ഏത് തിരഞ്ഞെടുക്കണം, ഏത് പാത പിന്തുടരണമെന്ന ഒരു കൺഫ്യൂഷനിൽ ആയിരിക്കും നിങ്ങളിപ്പോൾ. അല്ലെങ്കിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ നേരിടാനുള്ള ഒരു സാധ്യത നിങ്ങളിൽ ഉടനടി വരും. ഒരുപാട് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക. ട്യൂൺ ഇൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ചില സമയം നിങ്ങളുടെ അവബോധം മങ്ങിയതായി. എന്താണ് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട നിമിഷങ്ങളും ഉണ്ടായേക്കാം. ഇങ്ങനെ വരുമ്പോൾ പലരും ഈ സിറ്റുവേഷനെ ഒഴിവാക്കി കളയും. നിങ്ങൾക്ക് ഭയമുള്ള കാര്യങ്ങൾ നേരിടുക, അതിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒന്നിനും ഒരു പരിഹാരമാകില്ല. എന്നു മാത്രമല്ല, ഈ സാഹചര്യം നിങ്ങളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഒഴിവാക്കലല്ല, പകരം നിങ്ങളുടെ മനസ്സിൻ്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനത്തിലൂടെ വ്യക്തതയെ ക്ഷണിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മനസ്സിൻ്റെ വഴിത്തിരിവ്. എവിടെയാണ്, എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ മടിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സ്വയം ചോദിക്കുക. നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ അനുഭവിക്കുന്ന വേദനകൾ നിങ്ങൾക്കായി പല വാതിലുകളും തുറന്നു തരും. ഒരുപാട് സത്യങ്ങളിലേക്കുള്ള, വികാരങ്ങളിലേക്കുള്ള വാതിലുകൾ. ഈ വേദനകൾ, നഷ്ടങ്ങൾ നിങ്ങളിലെ യഥാർത്ഥ ശക്തികളെ, നിങ്ങളെന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഒരു വേദന, നഷ്ടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപകടം മൂലം നിങ്ങൾക്ക് എന്തിലേക്കോ ഉള്ള ഒരു വാതിൽ തുറന്നു തരും, അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് കൊണ്ടുതരും. തകർന്നു പോയതിലും സൗന്ദര്യമുണ്ട്, പ്രത്യേകിച്ച് നിങ്ങൾ അതിനെ പ്രകാശിപ്പിക്കുമ്പോൾ. വൈകാരിക നിയന്ത്രണമോ അതോ വൈകാരിക അടിച്ചമർത്തലോ? ശാന്തതയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തരുത്. കിങ് ഓഫ് കപ്സ് ജ്ഞാനിയും അനുകമ്പയുള്ളവനാണെങ്കിലും പലപ്പോഴും നിയന്ത്രണം നിലനിർത്താൻ വികാരങ്ങളെ അടിച്ചമർത്താനും ശ്രമിക്കും. ഇവിടെ വൈകാരികമായ ഒരു മുറിവ് നിങ്ങളെ പലതിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകും. ഇത് നിങ്ങൾക്കൊരു ഭീഷണിയാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള സുഗമമായ ജീവിതത്തിന് ഇത് പലപ്പോഴും ഒരു ഭീഷണിയായി മാറും. ഇമോഷണലിയും ആധികാരികമായും തുടരുന്നതിനും നിങ്ങളുടെ പ്രായോഗിക ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഇടയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നതിനെക്കുറിച്ച് ഈ കാർഡ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഒന്നില്ലെങ്കിൽ ഒരു വൈകാരിക പൊട്ടിത്തെറി, അല്ലെങ്കിൽ കംപ്ലീറ്റ് സൈലൻസ്. സ്വന്തമായൊരു കൂടാരം നിർമ്മിച്ച് അതിലിരുന്ന് സങ്കടപ്പെടുന്ന ഒരു വ്യക്തി. മറ്റുള്ളവർ യഥാർത്ഥ നിങ്ങളെ മനസ്സിലാക്കിയാൽ അവർ നിങ്ങളെ മുതലാക്കുമോ എന്ന ഭയം. മസില് പിടിച്ചിരിക്കാതെ അവനവന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ നൽകുക. നിങ്ങളുടെ വർണ്ണ വൃന്ദാവനത്തിൽ നിങ്ങളുടെ ഹൃദയം പുഷ്പിക്കുന്നു. എംപ്രസ് നിങ്ങളോട് മന്ത്രിക്കുന്നു, സൃഷ്ടിക്കുക. സ്വോർഡ്സ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, തീരുമാനിക്കുക. കിങ് ഓഫ് കപ്പ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, സന്തോഷം അനുഭവിക്കുക. വേദനകളിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ്. നിങ്ങളുടെ യാത്ര പവിത്രമാണെന്ന് തിരിച്ചറിയുക. ഇതിലേത് കാർഡാണ് നിങ്ങളോട് സംസാരിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റെസണേറ്റ് ആയത് എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. താങ്ക് യു ഡിയേഴ്സ്.